ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? മതി. ബാധാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്തായിരിക്കുന്നവർ വിവിധ രാജ്യങ്ങളിൽ, വിവിധ പട്ടണങ്ങളിൽ ദൈവശബ്ദം ശ്രമിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുക. ദൈവാത്മാവ് തന്ന ഒരു ദൂത് ശാന്തമായി നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണല്ലോ നാം വായിച്ചത്. 5-ാം അധ്യായത്തിനകത്ത് പത്രോസിനെ ദൈവം വിളിക്കുന്ന ഒരു വ്യത്യസ്തമായ ദൈവിക നിയോഗത്തിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈദ്യനായ ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ലൂക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ശക്തമായി മറ്റ് ഇതര സുവിശേഷങ്ങൾക്കകത്ത് കാണാൻ കഴിയാത്ത ചില ചിന്തനീയമായ കാര്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വ്യത്യസ്തമായി നിൽക്കുന്ന ദൈവിക തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ഈ അധ്യായം സവിസ്തരം വിശദീകരിക്കുന്നത്. 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നു. ഗന്നസരേത്ത് തടാകത്തിൻ്റെ ആ തടാകത്തിന് കരയിൽ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് നിൽക്കുന്ന ഒട്ടനവധി പടകുകൾ, ഒന്നല്ല ഒട്ടനവധി പടകുകൾ. പടകുകൾ അവർ പോയിട്ട്, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, കടലിൽ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സഹോദരങ്ങൾ ചെയ്യുന്നത് പോലെ തൻ്റെ പടക് വൃത്തിയാക്കുകയും നന്നാക്കുകയും കീറിപ്പോയ വലകളെല്ലാം തുന്നി വെടിപ്പാക്കി താൻ ഒരുക്കി വച്ചിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സന്ദർഭമാണ് നാം വായിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഗന്നസരേത്ത് തടാകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെയും വ്യത്യസ്തമായി നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്നസരേത്ത് തടാകം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എൻ ഐലൻഡ്. വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു തുറമുഖമാണ്. തുറമുഖം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഐലൻഡാണ്. അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വേളയുള്ളതുപോലെ കടൽ വെള്ളവും കായൽ വെള്ളവും യോജിച്ച് കിടക്കുന്ന സന്ദർഭമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര പശ്ചാത്തലങ്ങളും ചില കമൻട്രികളുമൊക്കെയും പറയുമ്പോൾ ഗന്നസരേത്ത് തടാകത്തിന്, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഗന്നസരേത്ത് തടാകത്തിനകത്ത് കടൽ മത്സ്യങ്ങൾ വന്നു കയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉണ്ടാകുന്ന തിരമാലകൾക്കകത്ത് കടലിൻ്റെ ആഴത്തട്ടിലൂടെ പോകുന്ന മത്സ്യങ്ങൾ രാത്രിയാകുമ്പോൾ വേലി കയറ്റവും വേലി ഇറക്കും എന്നൊക്കെ പറയുന്നത് പോലെ ആ പ്രതിഭാസത്തിനകത്ത് കടലിൽ കിടക്കുന്ന മത്സ്യങ്ങൾ രാത്രിയാകുമ്പോൾ കായലിലേക്ക് വന്നു വീഴും. ഈ സമയത്താണ് അവിടെ കടലിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സമയം കാത്തിരുന്നിട്ടാണ് അവർ വലയുമായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സന്ദർഭത്തിനകത്താണ് നാം വായിച്ച കുറിവാക്യം ഒത്തിരി ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ശീമോൻ പത്രോസ് പറയുന്നു, നാഥാ രാത്രി മുഴുവനും അധ്വാനിച്ചു. ആ രാത്രി എന്ന് പറയുന്ന ഫ്രേസ് തന്നെ അവിടെ വരാൻ കാരണം ഇത്രയുള്ളൂ, മീന് കിട്ടേണ്ട സമയത്ത് ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കായലിലേക്ക് മീന് കയറി വരുന്ന സമയം മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, എന്നിട്ടും ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കേണ്ട സമയത്ത് ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ നന്മ ലഭിക്കേണ്ട സമയത്ത്
സമയത്ത് എനിക്ക് നന്മ ലഭിച്ചില്ല, നന്മ ലഭിക്കേണ്ട സമയത്ത് എനിക്ക് നന്മ ലഭിച്ചില്ല, വിടുതൽ ലഭിക്കേണ്ട സമയത്ത് എനിക്ക് വിടുതൽ ലഭിച്ചില്ല, സാധ്യതയുള്ള സമയത്ത് ഞാൻ ആഗ്രഹിച്ചതുപോലൊരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ വന്നില്ല, ഞാൻ കരുതിയ സമയത്ത് ആമേൻ വിടുതൽ വെളിപ്പെടാൻ സാധ്യതയുള്ള സമയത്ത് എൻ്റെ തലമുറയുടെ ഭാവിക്കകത്ത് വിടുതൽ സംഭവിച്ചില്ല, എൻ്റെ ഉപജീവനത്തിനകത്ത് വിടുതൽ സംഭവിച്ചില്ല, എൻ്റെ സഭയ്ക്കകത്ത് വിടുതൽ സംഭവിച്ചില്ല എന്നാരെങ്കിലും ഇന്ന് പകൽക്കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ സമയമല്ല, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു സമയമുണ്ട്. അന്ന് നിന്റെ ജീവിതത്തിനകത്ത് വിടുതലുകൾ ചലിക്കും. വിശ്വാസമുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കുന്നൊരു സമയമുണ്ട്, നമ്മൾ കരുതുന്നൊരു സമയമുണ്ട്, നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമുണ്ട്. പക്ഷേ വചനം പറയുന്നു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും പത്രോസിന്റെ പടക് ശൂന്യമാണെങ്കിലും അടുത്ത വചനം ഇങ്ങനെയാണ്, എങ്കിലും നാഥാ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇന്ന് പകൽക്കാലം സാധ്യതകളെല്ലാം, വിടുതലിന്റെ സാധ്യതയുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നിരിക്കുക, തലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കുക, നിന്റെ തലമുറ എക്സാം പരീക്ഷ പാസ്സാകാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരിക്കുക. പക്ഷെ ഇന്നെല്ലാം എതിരാണെങ്കിലും, സാധ്യതയില്ലാത്ത സമയത്താണ് കയറി നിൽക്കുന്നതെങ്കിലും, ഇന്ന് പകൽക്കാലം പറയാൻ കഴിയുമോ, നാഥാ നിന്റെ വാക്കിന് ഞാൻ ചലിക്കാൻ തയ്യാറാണെന്ന് ഒരുവൻ പറഞ്ഞു കഴിഞ്ഞ ഇതുവരെ ലഭിക്കാത്ത ചില നന്മകൾ നിന്റെ കൂടാരത്തിനകത്ത് കൈമാറാ. ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞ് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. നമ്മുടെ സാധ്യതകൾക്കകത്ത് പ്രവർത്തിക്കുന്നവനല്ല ദൈവം, നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന സമയത്ത് പ്രവർത്തിക്കുന്നവനാണ് ദൈവം. നമ്മൾ ഒരു സാധ്യതയില്ല എന്ന് നിലവിളിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഇന്ന് പകൽക്കാലം ഇത് പ്രസംഗിച്ചു വരുമ്പോൾ ആമേൻ അവസാനം പറയേണ്ട ആക്ഷയമാണെങ്കിലും, കയറി നിൽക്കുമ്പോൾ ദൈവം തന്നൊരു ബോധ്യത്തിനകത്തുനിന്ന് പ്രസംഗിക്കുക. ഇന്ന് പകൽ ദൈവാത്മാവെന്നോട് പറയുന്നു, അസാധ്യമെന്ന് ലോകം പറയുമ്പോൾ അതിനകത്തൊരു സാധ്യത വെളിപ്പെടുത്തും ഈ പകൽക്കാലം എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ പകൽക്കാലം ആരോടൊക്കെയോ ദൈവാത്മാവ് കൃത്യമായി ഇടപെടുകയാണ്. സാധ്യതകളെല്ലാം അസ്തമിച്ചു കാണും. വിടുതലിന്റെ സാധ്യതയുള്ള കാലമുണ്ടായിരുന്നിരിക്കുക, അനുഗ്രഹത്തിന്റെ സാധ്യതയുള്ള കാലമുണ്ടായിരുന്നിരിക്കുക. പക്ഷേ അവിടെയൊക്കെ സാധ്യതകൾ മങ്ങുമ്പോൾ ഈ പകൽ ദൈവാത്മാവ് കൃത്യമായി ഇടപെടുകയാണ്. ദൈവം ചില അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വലിയ ദൈവ പ്രവർത്തികൾ ഈ പകൽക്കാലം ദൈവാത്മാവ് ചെയ്യുക. കരമടിച്ചു വായ്കളെ തുറന്ന് ദൈവത്തിന് നല്ലൊരു ആരാധന കൊടുത്താട്ടെ. ഓ ശബാരധൂരമാന സാധ്യതകൾക്കകത്തല്ല വിടുതൽ ചലിക്കുന്നത്, അസാധ്യങ്ങൾക്കകത്താണ് ദൈവിക വിടുതൽ ചലിക്കുന്നുവെങ്കിൽ 2025 ഞാനൊരു ദൂത് കൈമാറാ. ഇന്ന് പകൽ നിന്റെ മുൻപിൽ ഒരു സാധ്യതയില്ലെങ്കിലും, നിന്റെ മുൻപിൽ ഒരു വടിയില്ലെങ്കിലും, നിന്റെ തലമുറയുടെ ഭാവിക്കൊരു സാധ്യതയില്ലെങ്കിലും, ഈ പകലിന്റെ ദൈവം സാധ്യതകൾക്കകത്ത് ചലിക്കുന്നവനല്ല. മാനുഷികമായ സാധ്യതകൾ അവസാനിക്കുമ്പോ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തുടങ്ങുമെങ്കിൽ ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ചിലവ് വെളിപ്പെടുന്ന ദൈവിക സീസണുകൾ വെളിപ്പെടട്ടെ. ദൈവാത്മാവ് കൃത്യമായൊരു ബോധ്യം തരിക. അസാധ്യമെന്ന് പറഞ്ഞ ചിലത് സാധ്യമാകും. ഇനി നടക്കത്തില്ലെന്ന് വിധി എഴുതിയത് ചിലത് സംഭവിക്കും.
ഇന്ന് പകൽക്കാലം ഒരു പ്രതീക്ഷയും വേണ്ട, ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ചലനങ്ങൾ സംഭവിക്കാൻ പോകുകയാ. 2025 പൂർണ്ണമായി ദൈവാത്മാവ് ബോധ്യം തരികയാ. ചിലത് ദൈവാത്മാവ് അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം അധ്വാനിച്ചു മടുത്തുപോയവർ എന്നെ കേൾക്കുന്നുണ്ടോ? പഠിച്ചു മടുത്തുപോയവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഒത്തിരി ആഗ്രഹിച്ചു മടുത്തുപോയവർ എന്നെ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ എവിടെയൊക്കെ സ്റ്റെപ്പ് വച്ചിട്ട് ജീവിതം ആഗ്രഹിച്ച രീതിയിൽ ചലിക്കാതെ വണ്ണം എവിടെയൊക്കെ സ്റ്റക്കായി പോയവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഈ പകൽക്കാലം ദൈവാത്മാവ് ആഴമായൊരു ബോധ്യം തരികയാണ്. അസാധ്യമെന്ന് പറഞ്ഞ ചിലത് ദൈവിക വിടുതലുകൾ ദൈവാത്മാവ് കൈമാറാൻ പോകുകയാണ്. ദൈവിക വിടുതലുകൾ ദൈവാത്മാവ് കൈമാറാൻ പോകുകയാണ്. ഇതുവരെ ഈ ചലിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങൾക്കകത്ത് നിനക്ക് സാധ്യതയില്ലെന്ന് നീ പറയുന്ന വിധി എഴുതുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽക്കാലം ദൈവം ആരംഭിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ഈ പകൽക്കാലം കാഴ്ചയാലല്ല കുഞ്ഞ്, വിശ്വാസത്താൽ വിശ്വാസത്താൽ. ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതൊരു മനുഷ്യന്റെ ചെവിയിൽ കേട്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ ഈ പകൽക്കാലം ഈ ആലയത്തിനകത്ത് വെളിപ്പെടട്ടെ. ലൈവിലൂടെ എന്നെ കാണുന്ന ഏതോ ദൈവദാസന്മാരുടെ മേൽ, ഏതോ തലമുറകളുടെ മേൽ, ഏതോ കുടുംബങ്ങൾക്കകത്ത് ഈ പകൽ ദൈവാത്മാവ് ചലിക്കട്ടെ. ആരാ പറഞ്ഞ് തീർന്നുപോയി? ആരാ പറഞ്ഞ് അവസാനിച്ചെന്ന്? അസാധ്യങ്ങൾ ചിലപ്പോൾ സാധ്യമായി വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്ന ദൈവം മാനുഷികമായ സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോൾ എൻ്റെ ദൈവം വഴികളെ തുറക്കും കേട്ടോ. ആരോടൊക്കെ ദൈവാത്മാവ് കൃത്യമായി ഇടപെടുക. ഞാൻ പ്രസംഗിക്കാൻ എടുത്ത ടോപ്പിക് അതല്ല, അതിലേക്ക് കടക്കും. പക്ഷെ ദൈവാത്മാവ് എന്നോട് കൃത്യമായി പറയുന്നു, സാധ്യതകളെല്ലാം അസ്തമിച്ചു. ഇനിയൊരു വഴിയുമില്ല, ഇനിയൊരു വാതിലുമില്ല. പ്രതീക്ഷിച്ച സമയത്തൊന്നും വിടുതൽ വന്നില്ല, കാത്തിരുന്ന സമയത്തൊന്നും വിടുതൽ വന്നില്ല. ഇനി ഒരു ഉയർച്ചയില്ലെന്ന് പറയുന്ന ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക. നിന്റെ സമയത്തല്ല കുഞ്ഞെ. അസാധ്യമെന്ന് ലോകം പറയുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുക, ഞാൻ നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുക. ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് ഇവിടെ വചനം പറയുന്നു. പത്രോസിനോട് വലയിറക്കാൻ പറഞ്ഞപ്പോൾ അവൻ ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ വചനം കൃത്യമായി പറയുന്നു, ഇന്ന് വരെ അവൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത പെരുത്ത മീൻകൂട്ടം അവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ, അവൻ്റെ വല കീറുമാറ് പെരുത്ത മീൻകൂട്ടം വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കൊതിച്ചുകൊണ്ടൊരു ദൂത് കൈമാറ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിപ്പമേറിയ വിടുതലുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആഴമേറിയ വിടുതലുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വപ്നത്തിൽ വിചാരിക്കാൻ കഴിയാത്ത വിടുതലുകൾ ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരൻ പറയുന്നു. പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ മടങ്ങി വന്നപ്പോ സ്വപ്നം കാണുന്നവരെ പോലെയായി എങ്കിൽ, ഇന്ന് പകൽ സ്വപ്നം കാണുന്നത് പോലെ ചിന്തിക്കാൻ കഴിയാത്ത വലിയ വലിയ വിടുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് കൈമാറാ. ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് കഴിയും. സ്നേഹിത, തീർന്നില്ല കേട്ടോ, അവസാനിച്ചില്ല കേട്ടോ. കൂട്ടുകാർ ഭയക്കട്ടെ, നാട്ടുകാർ ദുഷിക്കട്ടെ, ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് തീർമെന്ന് പറയുന്ന ഇടത്തുനിന്ന് ദൈവത്തിന് ചിലത് കൈമാറാൻ കഴിയും. ആരും കരുതരുത് തീർന്നെന്ന് ലോകം പറഞ്ഞാൽ ഉടനെ തീരുന്നതല്ല നിന്റെ ജീവിതം. ഇന്ന് പകൽ ദൈവാത്മാവ് കൃത്യമായി ഇടപെടുകയാ. ചില വിടുതലുകൾ വെളിപ്പെടാൻ പോവുകയാണ്. ചില വലിയ വിടുതലുകൾ ദൈവാത്മാവ് ചെയ്യാൻ പോവുക. ആർക്കും ബുദ്ധി കൊണ്ട് നനയ്ക്കാൻ കഴിയാത്ത ചില ദൈവപ്രവർത്തികൾ ചെയ്യാൻ പോവുക. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ.
ഹല്ലേലൂയ. ദൈവാത്മാവ് വ്യക്തമായി എന്നെ അങ്ങനെ ഒന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടന്നത്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് ഗന്നസരത്ത് തടാകത്തിനകത്ത് ഞാൻ ഇങ്ങനെ പറയാം, ആമേ, ജിയോഗ്രഫിക്കലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കടലിലെ മീന് കായലിലേക്ക് കയറുന്നൊരു സമയമുണ്ട്. അത് ജിയോഗ്രഫിക്കൽ സിസ്റ്റമാണ്. ആമേൻ, അത് കടലിൻ്റെ നിയമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഭൂപ്രകൃതിയുടെ നിലവാരത്തിനനുസരിച്ച് സംഭവിക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ആരുടെയും ഒത്താശ വേണ്ട. എൻ്റെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പ്രകൃതിയെ നിയന്ത്രിക്കുന്നവന് എന്ത് ചലനങ്ങൾ, അവനെതിരെ ഏത് ഹിൻഡ്രൻസ് വെളിപ്പെടാനാണ്? ഇന്ന് പകൽക്കാലം കേട്ടെ പ്രിയരെ, എൻ്റെ ആഴമേറിയ ഒരു സന്ദേശത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. വചനം പറയുന്നു, ഗന്നസരത്ത് തടാകം 5:3 നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ അനേക പടകുകളുണ്ട്. ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിലൂടെ നടന്നു പോകുമ്പോൾ അനേക പടകുകൾ അവിടെ കാണാൻ കഴിയുന്നു. പക്ഷേ അനേക പടകുകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും വചനം കൃത്യമായി പറയുന്നു, ശീമോൻ പത്രോസിന്റെ പടകിൽ യേശു കയറാൻ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയരെ, ഒട്ടനവധി പടകുകളുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു പക്ഷേ ശീമോനെ പോലെ ഇന്നലെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വലമമ്മാക്കിക്കൊണ്ടിരിക്കുന്ന പടകുകളായിരിക്കാം പലതും. പക്ഷേ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച്, മറ്റു പടകുകളെല്ലാം ആ ഗന്നസരത്ത് തടാകത്തിന്റെ കരയ്ക്കിൽ നമ്മളെല്ലാം തിരുവനന്തപുരത്ത് കടലിലേക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ പടകുകളെല്ലാം ഇങ്ങനെ കരയ്ക്കകത്ത് കയറ്റിയിട്ടിരിക്കുന്നത് പോലെ പടകുകളെല്ലാം നിറഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ അവ പടകുകൾക്കെല്ലാം അകത്തിരുന്ന് അല്ലെങ്കിൽ പുറത്തു നിന്ന് വലമന്നാക്കുന്നൊരു കൂട്ടം. പക്ഷേ അവരുടെ പടകൊന്നും ദൈവം ചോദിച്ചില്ല. പക്ഷേ വ്യക്തമായി പറയുന്നു, ശീമോൻ പത്രോസ് എന്ന് പറയുന്ന ഒരുവൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും നന്മ കാണാൻ കഴിയാതെ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു വിടുതൽ കാണാൻ കഴിയാതെ ശീമോൻ പത്രോസ് തൻ്റെ പടക് ശുദ്ധീകരിച്ചു. പടകിനകത്തുള്ള വല, ഇന്നലെ രാത്രി ഉപയോഗിച്ച് പഴകിപ്പോയ വല, അതിൻ്റെ കേടുപാടുകൾ നീക്കി വല തച്ചുകൊണ്ട് അല്ലെങ്കിൽ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം, അനേക പടകുണ്ടായിരുന്നിട്ട് ശീമോന്റെ പടക് മാത്രം തേടി എൻ്റെ ദൈവം വന്നു. വരാനുള്ള കാരണം എന്തെന്നറിയാമോ? അനേക പടകുകൾ അവിടെയുണ്ട്. പക്ഷേ അവിടെ ദൈവം കണ്ടത് നുറുങ്ങിയ ഹൃദയവുമായി, വേദനിക്കുന്ന ഹൃദയവുമായി, നിറഞ്ഞ കണ്ണുകളുമായി, ഒരു വ്യക്തി പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു നന്മയും കിട്ടാതെ വീട്ടിലെന്ത് നന്മ കൊണ്ടുപോകുക, ഞാൻ എൻ്റെ തലമുറകൾക്ക് വേണ്ടി എമ്പ് കരുതു, ഇതൊക്കെയുമായിരിക്കാം ചിന്തകൾ. ഒട്ടനവധി ചിന്തകളുമായി, ഒരു നുറുങ്ങിയ ഹൃദയവുമായി പത്രോസ് വലമമ്മാക്കുമ്പോൾ വചനം പറയുന്നു, നുറുങ്ങിയ ഹൃദയമുള്ളവനെ എൻ്റെ ദൈവം കൈവിടുന്ന ദൈവമല്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, പുറമെ നോക്കുമ്പോൾ ചിരിച്ച മുഖമാണ്, പുറമെ നോക്കുമ്പോൾ വെൽ ഡ്രസ്ഡ് ആണ്, പുറമെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷെ ആകം പൊള്ളയാണ്, തകരാൻ ഇനി ഒന്നുമില്ല. ഒന്ന് പൊട്ടിക്കരയാൻ പോലും കരയാൻ പോലും കഴിയാത്ത അവസ്ഥകളിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യർ 4 മുറിക്കകത്തുള്ള ചെവരിനകത്തൊതുങ്ങിപ്പോയ, റൂമിനകത്തൊതുങ്ങിപ്പോയ എത്രയോ ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം കേട്ടോ. ഹൃദയം നുറുങ്ങി പത്രോസ് പടക് കിഴകുമ്പോ, പടക് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോ, വലമാക്കിക്കൊണ്ടിരിക്കുമ്പോ, ഗന്നസരത്ത് തടാകത്തിനകത്ത് 100 കണക്കിന് പടക് കിടക്കുമ്പോൾ ഹൃദയം നുറുക്കമുള്ള അവന്റെ വേദന അറിഞ്ഞ് മറ്റൊരു പടകിനെയും തേടി പോകാതെ ഹൃദയം നുറുക്കത്തോടെ നിൽക്കുന്ന പത്രോസിന്റെ പടക് കണ്ട് ദൈവം അടുത്തു വന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരു ദൈവത്തെ എനിക്കറിയാം. ഹൃദയം നുറുങ്ങിയവർക്ക് എൻ്റെ ദൈവ സമീപസ്ഥനായ ദൈവമാണ്. മനസ്സു തകർന്നവര് എൻ്റെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. സ്നേഹിത, ഇന്ന് പകൽ ഈ ഹോളിനകത്തായിരുന്നിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്, ലൈവിലൂടെ ആയിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്, ഒരുപക്ഷെ ആശുപത്രിയുടെ വരാന്തയിലായിരിക്കാം, ജീവിതം അടുത്ത അവസ്ഥയിലായിരിക്കാം. ഇന്ന് പകൽ ഹൃദയം നുറുക്കത്തോടെയാണോ, ആരും സഹായിക്കാനില്ലാതെ വേദനപ്പെടുകയാണോ? ഇന്ന് പകൽ നിന്നെ തേടി വരാ കഴിയുന്നൊരു ഉടയവനുണ്ട്, നിന്നെ തേടി വരുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കാമെങ്കിൽ
ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ തേടി വന്നൊരു ദൈവമില്ലേ? ഈ പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയും? ആരും സഹായമില്ലാതിരുന്നപ്പോ, കൂട്ടുകാരെതിരായപ്പോ, നാട്ടുകാരെഴുതരായപ്പോ, സകലതും എണിക്കെതിരായി തീർന്നപ്പോ, ഇന്ന് പകൽ ഏകാന്തതയ്ക്കകത്ത് ഞാനിരുന്ന് കരഞ്ഞപ്പോ ഇറങ്ങി വന്നനെ സ്നേഹിച്ച ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും? എങ്ങനെ ഞാൻ സ്തുതിക്കാതിരിക്കും? കരമടിക്കുമെങ്കിൽ നന്നായി വായ്കളെ തുറക്കുന്നെങ്കിൽ നന്നാ. മലകളിൽ അവൻ നമ്മെ തേടി വന്നത് കൊണ്ടല്ലേ പ്രിയരെ? ഇന്ന് പകൽക്കാലം പ്രിയരെ, ഇന്ന് പകൽ നമ്മൾ ഇതിനൊക്കെ തിരിക്കുന്നുണ്ടെങ്കിൽ, നുറുങ്ങിയ ഹൃദയമായി എന്നോ ഒരു രാത്രി ജീവിതമെല്ലാം മടുത്തിരുന്ന സമയത്ത് ഈ കർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ജീവനോടെ കാണുമായിരുന്നോ? ഇന്ന് നമ്മുടെ കുടുംബം കാണുമായിരുന്നോ? ഇന്ന് നമ്മുടെ സഭ കാണുമായിരുന്നോ? ഇന്ന് നമ്മുടെ തലമുറകൾ കാണുമായിരുന്നോ? ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരൻ ഒരു പദം പറയുന്നുണ്ട്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോഴും ഇമ്മലകളിൽ അനുഭവിച്ച വേദനയുടെ ആഴം, ഇമ്മലകളിൽ വെളിപ്പെട്ടു നിന്ന ജീവിതത്തിൻ്റെ ശൂന്യത, അവിടെ ഇറങ്ങി വന്നൊരു കർത്താവല്ലേ ഇന്ന് പകൽക്കാലം ഇത്രത്തോളം ഉയർത്തി നിർത്തിയത്, ഇത്രത്തോളം മാനിച്ചു നിർത്തിയത്, ഇത്രത്തോളം കൊണ്ടുവന്നത്. ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത് കേട്ടോ, നിന്റെ കുടുംബം മറന്നു പോകരുത് കേട്ടോ. ഇന്ന് പകൽക്കാലം നിന്നെ തേടി വന്ന ആ ദൈവകൃപ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ അവസ്ഥ എന്താകും? ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുംബൈയിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ദൈവ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: പാസ്റ്റർ, ഞാൻ കേരളത്തിൽ നിന്ന് 22 വർഷം മുമ്പ് ഞാൻ മുംബൈയിലേക്ക് നാട് വിട്ടു. ആർക്കും അറിയാതെ തെരുവിൽ 7.5 വർഷം ജീവിച്ചു. എവിടെ? തെരുവിൽ. നല്ല വസ്ത്രം ധരിക്കാനില്ലാതെ, നല്ല ആഹാരം കഴിക്കാനില്ലാതെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞ അനുഭവം ഇങ്ങനെയാണ്: 7.5 വർഷം ഞാൻ തെരുവിൽ കിടക്കുമ്പോഴും എല്ലാം മടുത്ത് ഒരു ഭിക്ഷ യാചിക്കുന്നവനായി മുംബൈയുടെ ഓരോ തെരുവിലിരുന്ന് അനേകരുടെ മുൻപിൽ കരം നീട്ടി യാചിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ജീവിതം ഒരു തെരുവ് തെണ്ടിയായി, അങ്ങനെയാണ് ആ മനുഷ്യൻ പറഞ്ഞ പദം, തീരുമെന്ന് ഞാൻ കരുതിയപ്പോൾ ഈ കർത്താവ് എന്നെ തേടി വന്നു. ഈ കർത്താവ് എന്നെ തേടി വന്നു. ഇന്ന് അദ്ദേഹം ഒരു ദൈവദാസനാണ്. അദ്ദേഹം ദൈവത്തെ പ്രസംഗിക്കുന്നു. അന്ന് എന്നോട് പറയുമ്പോൾ ആമേ 16 സംസ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി 4-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ചു. എന്തുകൊണ്ട്? ഒരു ഭിക്ഷ യാചിച്ചു കിടന്നവനെ ദൈവം ഇത്രത്തോളം മാനിക്കാനിടയായി. പ്രിയരെ, അതുപോലെ അല്ലായിരുന്നു നമ്മുടെ അവസ്ഥയും. ഒരു കണ്ണിനും ദയ തോന്നാതെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ശൂന്യതകൾക്കകത്ത് ഒന്ന് താങ്ങുമെന്ന് കരുതിയവർ താങ്ങിയില്ലല്ലോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ കരുതിയെന്നവർ സപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഒരു നന്മ പോലും അനേക വീടുകൾ മാറി മാറി മുട്ടിയിട്ട് ഒരു വാതിൽ പോലും തുറന്നൊരു നന്മ തമ്മില്ലല്ലോ. പക്ഷേ അവിടെയൊക്കെ ഹൃദയം നുറുങ്ങിയിരുന്നപ്പോ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ തേടിയെത്തിയില്ലേ? ആ ദൈവ സാന്നിധ്യത്തെ പറയുന്ന ഒരേ ഒരു പേരാണ്, അതാണ് ദൈവകൃപ. അതാണ് ദൈവകൃപ. ഇന്ന് പകൽ ഇരുന്നതല്ല പ്രിയരെ, ഇവിടെ വന്നതല്ല, ഇത് കൃപ കൊണ്ടുവന്നതാണ്. ഇന്ന് പകൽക്കാലം പത്രോസിനോട് ചോദിക്ക്, ആമെ ഗന്നസരെ തടാകത്തിനകത്ത് 100 കണക്കിന് പടകുണ്ടായിട്ട് പത്രോസ് എന്റെ
നിന്റെ പടക് തേടി കർത്താവ് വന്നു. പത്രോസ് പറയൂ, ഇത് കൃപ, ഇതല്ലാതെ വേറൊന്നുമില്ല. ഇത് കൃപ, ഇത് അല്ലാതെ വേറൊന്നുമില്ല. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ ആരാധിച്ചു മുടങ്ങട്ടെ. കരമടിക്കുമെങ്കിൽ നന്നായി, വായ്കളെ തുറക്കുമെങ്കിൽ നന്നായി. ഇന്നിന്റെ അവസ്ഥ ഓർക്ക് പ്രിയരെ, ഇന്നിന്റെ അവസ്ഥ ഓർക്ക്, ഇന്നിന്റെ മാന്യത ഓർക്ക്. ഈ വിദ്യാഭ്യാസത്തിന് നീ യോഗ്യനാണോ? ഈ വിദ്യാഭ്യാസത്തിന് നീ യോഗ്യനാണോ? ഇട്ടിരിക്കുന്ന വസ്ത്രം ധരിക്ക, നീ യോഗ്യതയുള്ളവനാണോ? കടിച്ച ആഹാരം കടിക്ക, നീ യോഗ്യതയുള്ളവനാണോ? നിന്റെ കുടുംബം ഇത്രമാത്രം ഉയർത്തപ്പെടോ, നീ യോഗ്യതയുള്ളവനാണോ? വലിയൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുക, വലിയൊരു ദൈവകൃപ ഇതിനകത്ത് ചലിക്കുക, വലിയ ദൈവകൃപയുടെ ആഴം ഇതിനകത്ത് ചലിക്കുക. മമ്മി അപ്പാ, മമ്മി 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 മമ്മി, ഇന്ന് പകൽക്കാല തിരുവനന്തപുരം പട്ടണത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾ ഉണ്ടായിട്ട് ഞങ്ങളെ കൂടാരത്തെ തേടി അങ്ങയുടെ കൃപ വന്നതിന് ഞങ്ങൾ മമ്മിയോടെ സ്തുതിക്കുന്നു. ആരാധിക്കാൻ കഴിയുമെങ്കിൽ ആരാധിക്കുക, തിളയ്ക്കുമെങ്കിൽ ആരാധിക്കുക, നന്ദിയുള്ളവരുണ്ടെങ്കിൽ ആരാധിക്കുക. ഈ പകൽക്കാലം ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഒരു സ്തോത്രം പറയാൻ കഴിയുമെങ്കിൽ ഒന്ന് സ്തോത്രം പറ. ഈ പകൽ നിന്നെ നടത്തിയവർ, നിന്നെ തേടി വന്നവർ ദൈവത്തിന്റെ കൃപയല്ലേ. വചനം പറയുന്നു, എന്നസരെ തടാകത്തിനകത്ത് അനേക പടകുണ്ടായിരുന്നു. എന്നിട്ടും ദൈവം പത്രോസിന്റെ പടക് തെരഞ്ഞെടുത്തു. പുതുനിയമത്തിൽ അതിനെ പറയുന്ന പേരാ കൃപ, അതിനെ പറയുന്ന പേരാ കൃപ. ഇന്ന് പകൽക്കാലം ചുമ്മാ കിട്ടിയതല്ല പ്രിയരെ, ദൈവം സ്നേഹിച്ച് നിനക്ക് കൈമാറിയതാ. നമ്മളൊന്നും വില കൊടുത്ത് നേടിയതല്ല, ദൈവ സ്നേഹത്തോടെ സൗജന്യമായി തന്നതാ. ഇന്ന് പകൽക്കാലം ഇതിൻ്റെ വില നമുക്കറിയില്ല. ഹലോ, ഇതിൻ്റെ വില നമുക്ക് അറിയില്ല. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, പാമയും വർഷിപ്പ് ചെയ്യാൻ വരുന്ന സഹോദരങ്ങൾ കൈയടിക്കാൻ പറയുമ്പോൾ കൈയടിക്കുന്നുണ്ട്, പാടാൻ പറയുമ്പോൾ പാടുന്നുണ്ട്, കൈവെക്കാൻ പറയുമ്പോൾ കൈവെക്കുന്നുണ്ട്. പ്രസംഗിക്കുന്നവർ ഓളത്തിന് രണ്ട് ശബ്ദമുണ്ടാക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ഗന്നസരത്ത് തടാകത്തിനകത്ത് അനേക പടകുകളുണ്ടായിരുന്നു, അനേകരുണ്ടായിരുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോഴും തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കാനിരിക്കുമ്പോഴും അനേകരുണ്ട് കേട്ടോ, അനേകരുണ്ട്. കഴിവുള്ളവർ, കോടിക്കണക്കിന് രൂപ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ കഴിവുള്ളവർ, സൗന്ദര്യമുള്ളവർ, നല്ല ടാലൻ്റ് ഉള്ളവർ, നന്നായി പാടാൻ കഴിവുള്ളവർ, നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ളവർ, നല്ല സൗന്ദര്യമുള്ളവർ, നല്ല കുടുംബശ്രേഷ്ഠത പറയാൻ കഴിവുള്ളവർ. ഇന്ന് പകൽക്കാലം അവരുടെ അടുക്കലൊന്നും ദൈവം പോയില്ല. അവരെല്ലാം ഇന്നും സത്യദൈവത്തെ അന്വേഷിച്ച് നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു ഒരു പദമുണ്ട്. ആമേൻ. യേശു പറയുകയാണ്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോകുന്നത് പിതാവിൻ്റെ ഭവനത്തിലാണ്, അവിടെ അനേക വാസസ്ഥലമുണ്ട്, ഞാൻ പോയതിനു ശേഷം നിങ്ങളെയും ചേർക്കാൻ വരും. ഇതെല്ലാം പറയുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ എനിക്ക് തോന്നുന്നു തോമസ് ആണെന്ന് തോന്നുന്നു, തോമസോ ഫിലിപ്പോസോ, വചനം കൃത്യമായി പറയുന്നു തോമസ്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്. തോമസ് കർത്താവിനോട് ചോദിക്കണേ, കർത്താവേ നീ പോകുന്നതെല്ലാം നല്ലതാണ്, പക്ഷേ ഞങ്ങൾ എന്നാണ് നിന്റെ പിതാവായ ദൈവത്തെ കാണുന്നത്? എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ എന്ന് ഞങ്ങൾ കാണും. യേശു പറഞ്ഞ മറുപടി, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ സകലമാന ഇസങ്ങളും സകലമാന മതങ്ങളും, കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് കേട്ടു, ഞങ്ങളാണ് ദൈവമെന്ന്, ഞങ്ങളാണ് ദൈവമെന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം കണ്ട വൃക്ഷത്തെയും മൃഗത്തെയും ഒക്കെ ഒരു കൂട്ടം പേർ ആരാധിക്കുമ്പോൾ, ആരാധന വസ്തുവായി മാറുമ്പോൾ, അവരുടെ ദൈവങ്ങളായി പലതും മാറുമ്പോൾ, കേട്ടോ, ആരാണ് സത്യ ദൈവമെന്ന് ചോദിച്ചാ, ഏതാണ് പിതാവെന്ന് ചോദിച്ചാ, യേശു പറഞ്ഞ മറുപടി, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഈസ് റിയൽ ഗോഡ്, അത് യേശു ക്രിസ്തുവാണെങ്കിൽ ഇന്ന് പകൽക്കാലം അവനെ കണ്ടുമുട്ട കൃപ ലഭിച്ചവരാണെന്ന് ഈ പകൽക്കാലം കരമുയർത്തി എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ആമേൻ. നമ്മള് ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവരൊന്നുമല്ല. ഹല്ലേലൂയ. പണ്ടാരോ പാടിയ കുറെ പാട്ടൊക്കെ ഉണ്ട്, ലൈവായോണ്ട് ഞാൻ പാടുന്നില്ല. പണ്ട് ഞാൻ ദൈവത്തെ തേടി ഞാൻ അലഞ്ഞു, അതിലേക്കൊന്നും പോകുന്നില്ല. നാട്ടുകാരും ദേശക്കാരും ഒക്കെ ഇന്നും ദൈവത്തെ തേടി നടക്കുക. ഇന്ന് ദൈവത്തെ, സത്യദൈവം ആരെന്നറിയില്ല. പള്ളി വന്നിട്ട് പോലും ദൈവത്തെ തേടി നടക്കുന്ന കുറവുണ്ട്. ദൈവമാരെന്ന് ബോധ്യമില്ലാത്തവരുണ്ട്. മൂക്കത്ത് വിരൽ വച്ച് ഇന്നും ദൈവത്തെ അന്വേഷിക്കുന്ന കുറവുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു ദൈവത്തെ എനിക്കറിയാം, ഏക സത്യ ദൈവം. ആ ദൈവം ഞാൻ തേടിപ്പോയില്ല, അവൻ എന്നെ തേടി വന്നു, അവൻ എന്നെ തേടി വന്നു. ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിന്റെ ഏതോ സാഹചര്യത്തിനകത്ത് എല്ലാം ശൂന്യമായപ്പോ യേശു എന്നെ തേടി വന്നു. He is real God. ഇനി ആരെങ്കിലും ചോദിച്ചാ, ഇനി സ്കൂളിലുള്ളവർ, കോളേജിലുള്ളവർ, കൂടെ പഠിക്കുന്നവർ ആരെങ്കിലും ചോദിച്ചാ, മുട്ടിട്ടെഴഞ്ഞിട്ട് അവരെ കൂടെ പോകരുത്. ധൈര്യത്തോടെ പറയണോ, ഏക ദൈവം അത് യേശു മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ മിത്ത്. അതൊരു ഐകീയമല്ല, അത് സത്യമാണ്. അതുകൊണ്ടാണ് തോമസിനോട് പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം പത്രോസിന്റെ അടുക്കൽ യേശു വന്നെന്ന് ശൂന്യതകൾക്കകത്ത് ദൈവം വന്നെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചേ. യേശു വന്നെന്ന് പറഞ്ഞ ദൈവകൃപ നമ്മിൽ വന്നെന്ന, ദൈവം നമ്മെ തേടി വന്നെന്ന, അതിൻ്റെ പേരാണ് പ്രിയരെ കൃപ. അതിൻ്റെ പേരാണ് പ്രിയരെ കൃപ. നമ്മൾ മറന്നു പോകരുത്. കരമടിക്കുമ്പോഴും അന്യഭാഷ പറയുമ്പോഴും കീബോർഡിൽ റിതമിട്ട് ആരാപിക്കുമ്പോഴൊന്നും മറന്നു പോകരുത്. ഇത് കേവലം ചടങ്ങുകൾക്കകത്തൊതുങ്ങുന്നതല്ല. ഈ കൃപയുടെ വ്യാപാരം മരണത്തിനപ്പുറം വരെ നമ്മെ കൊണ്ടുപോകാൻ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞോണം, ഗന്നസരത്ത് തടാകത്തിനകത്ത് അനേക പടകുകളുണ്ടായിരുന്നു. പക്ഷെ ഹൃദയം നുറുങ്ങിയ ഒരുവന്റെ പടക് മാത്രം ദൈവം തേടി വന്നു. വചനം വ്യക്തമായി ഇങ്ങനെ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയത് പത്രോസിന്റെ, അവനെ ദൈവം തേടി വന്നു. എന്തു കൊടുത്തു? തേടി വന്നവന്റെ പടക് നിറച്ചു. ഇന്ന് പകൽ കൃപ വ്യാപരിച്ചാൽ പിന്നെയും ശൂന്യത നിന്നിൽ വാഴില്ല, പിന്നെയും ദാരിദ്ര്യം നിന്നിൽ വാഴില്ല. നിന്റെ പടക് നിറയും. യേശു നിന്റെ വീട്ടിൽ
വീട്ടിനകത്ത് വന്നാൽ നീ പാടുന്നത് പോലെ ആനന്ദമാണ്, സന്തോഷമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീനെന്ന് വചനം പറയുന്നത് പോലെ നിന്റെ കൂടാരത്തിനകത്ത് സന്തോഷം വെളിപ്പെടും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു IT പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരുവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, പാസ്റ്ററെ 90,000 രൂപ സാലറി ഉണ്ട്, 90,000 രൂപ നാട്ടിൽ സാലറി ഉണ്ട്, പക്ഷെ വീട്ടിൽ സ്വസ്ഥതയില്ല, മരിക്കണമെന്ന്. വീട്ടിൽ സ്വസ്ഥതയില്ല, മരിക്കണമെന്ന്. ദൈവാത്മാവ് ദൂത് കൈമാറിയപ്പോൾ, ആത്മഹത്യയുടെ ദൂത് കൈമാറിയപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ചോദ്യം ഇത്രയും വലിയ സാലറി ഒന്നും ഇല്ലേലും, എടുത്തു പറയാൻ വലുതൊന്നും ഇല്ലേലും, കർത്താവ് നിന്റെ കൂടെ ഇല്ലേ? കർത്താവ് നിന്റെ കൂടെ ഇല്ലേ? ഈ ലോകത്തിന്റെ മുൻപിൽ എല്ലാം ഉള്ളവൻ പറയുക ജീവിതം മതിയെന്ന്, എനിക്ക് മരിച്ചാ മതിയെന്ന്. ഇന്ന് പകൽക്കാലം ഒന്നുമില്ലെങ്കിലും ഈ കർത്താവിന് വേണ്ടി ജീവിക്കുക. നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമില്ലേ? അത് യേശു നിന്റെ കൂടെയുണ്ടെന്നുള്ളതല്ലേ? അതിന്റെ പേരാണ് കൃപ. വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തിയോ, കരമടിച്ച ദൈവത്തെ ആരാധിക്കട്ടെ. ഓ ശബരബലബരഗടക. ഇന്ന് പകൽക്കാലം പ്രിയരേ, നമുക്ക് ലഭിച്ച ആ രക്ഷയുടെ വലിപ്പം നാം തിരിച്ചറിയാതെ പോകരുത്. ഇന്ന് പകൽ വെളിപ്പെട്ടു നിൽക്കുന്ന കൃപ നാം തിരിച്ചറിയാതെ പോകരുത്. ഹല്ലേലൂയ. ആ കൃപ നമ്മിൽ വെളിപ്പെട്ടത് കൊണ്ടാ ഇന്ന് നമ്മൾ നിറഞ്ഞവരായി നിൽക്കുന്നേ. ഒന്നിനും കുറവില്ലാതെ നടത്തുന്നേ. ഏതൊക്കെ ശൂന്യതകൾ വരുമ്പോഴും ആമേൻ, അമ്മമുള്ളതെല്ലാം ദൈവം തരുന്നില്ലേ? ലോക്കറിനകത്ത് അടുക്കി വയ്ക്കാൻ ഒന്നുമില്ലേലോ? ഇന്ന് പകൽ അന്നുള്ളതെല്ലാം തന്നു ജയാളിയെ പോലെ നിർത്തുന്നില്ലേ? അതിൻ്റെ പേരാണ് കൃപ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അനേക പടകുകൾ ഉണ്ടായിരുന്നിട്ടും ഒരു പടകിലാ കൃപ വെളിപ്പെട്ടെ. വേറൊരു വ്യക്തി, 2 വ്യക്തിയും കൂടെ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ ആരാധിക്കാൻ പോവാ. വചനം കൃത്യമായി പറയുന്നു. ആമേ, വചനം ഇങ്ങനെ പറയുക, നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി എലീശയുടെ അടുക്കൽ വന്നു. ആ ദേശത്ത് അനേക കുഷ്ഠരോഗികളുണ്ട്. പക്ഷേ വചനം ഇങ്ങനെ പറയുന്നു, നയമാന്റെ കുഷ്ഠം മാത്രം, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നയമാന്റെ കുഷ്ഠം മാത്രം സൗഖ്യമായി. എന്താ കുഷ്ഠം? പഴയ നിയമത്തിനകത്ത് കുഷ്ഠം, പുതുനിയമത്തിലെ പാപം. ഹല്ലേലൂയ. ഇന്ന് പാപം ചെയ്തിട്ട് വന്നിരുന്ന അന്യഭാഷ പറഞ്ഞാലും പാപിയാണോ എന്ന് പോലും തിരിച്ചറിയാത്ത വലിയ അന്യഭാഷ അവന്റെ നാവിലൂടെ വരും. എന്ത് ചെയ്തിട്ടും വന്നിരുന്ന് ആരാധിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു തലമുറ. പക്ഷെ പഴയ നിയമത്തിന്റെ പ്രത്യേകത, ഒരുവൻ പാപം ചെയ്താൽ അവന് മറയ്ക്കാൻ കഴിയാത്തൊരു സൈൻ വെളിപ്പെടും. ഒരുവൻ പാപം ചെയ്തെന്ന് വെച്ചോ, കണ്ണുകൊണ്ട്, നാവ് കൊണ്ട്, ചെവി കൊണ്ട്, ശരീരം കൊണ്ട്, അവയവങ്ങൾ കൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞാൽ ക്ഷണത്തിൽ പൊങ്ങി വരുന്ന രോഗത്തിന്റെ പേരാണ് കുഷ്ഠം. അത് പുതുനിയമത്തിന്റെ പാപത്തിന് നിഴലാണ്. ഹല്ലേലൂയ. കുഷ്ഠം മിക്കവാറും നെറ്റിയിലായിരിക്കും. അതുകൊണ്ടാണ് മോശയുടെ സഹോദരിയായ മിരിയാമിൽ കുഷ്ഠം പൊങ്ങിയത് നെറ്റിയിലാ. നെറ്റിയിൽ മുഷ്ടം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. പുരോഹിതന് പോലും മറച്ചു വെക്കാൻ കഴിയാത്ത രീതി. പുരോഹിതന്റെ മുൻപിൽ പോലും എത്ര വസ്ത്രം ധരിച്ചാലും മറച്ചു പിടിക്കാൻ കഴിയാത്ത മുഖത്ത് തന്റെ കുഷ്ഠം പൊങ്ങുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം ചെയ്ത് കഴിഞ്ഞാൽ ക്ഷണത്തിൽ കുഷ്ഠം പൊങ്ങും. നാട്ടുകാരും സഭക്കാരും സഹിതമറിയും, ഇവൻ പാപിയാണ്, മറച്ചു പിടിക്കാനൊന്നും കഴിയില്ല. ഇന്ന് പാപം ചെയ്തിട്ട് ഒരു കൂസലുമില്ലാതെ വന്നിരുന്ന അന്യഭാഷ പറഞ്ഞിട്ട് പൊടിയും തട്ടിപ്പോകാം, പരിപാടികളൊന്നും നടക്കില്ല. പാപിയായി മാറിക്കഴിഞ്ഞാൽ ക്ഷണത്തിൽ കുഷ്ഠം പൊങ്ങും.
ന്യായപ്രമാണം അനുസരിച്ച് കുഷ്ഠം പൊങ്ങിയവനെ അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ പാളയത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞാൽ ദൈവം അധിവസിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന, അതിൻ്റെ ചുറ്റുമടിച്ചിരിക്കുന്ന പാളയത്തിനകത്തു നിന്ന് പോലും കുഷ്ഠരോഗിക്ക് പ്രവേശനമില്ല, അവർ പുറത്താക്കപ്പെടണം. അതാണ് ദൈവിക വ്യവസ്ഥ. പാപം ചെയ്തവൻ ദൈവിക വ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കാൻ പ്രമാണമില്ല. അതാണ് പഴയ നിയമത്തിലെ പ്രമാണം. പാപം ചെയ്തു കഴിഞ്ഞാൽ അവനെ തട്ടും, പുറത്താക്കും. അവൻ പാപം പരിഹരിക്കപ്പെട്ട് കുഷ്ഠം മാറിയാൽ മാത്രം ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള ശുദ്ധീകരണം ചെയ്ത് അവൻ തിരിച്ചു കയറണം. ഇല്ലെങ്കിൽ അവന് പാളയത്തിനകത്ത് കയറാൻ പ്രമാണമില്ല. സ്നേഹിത, ഈ പകൽക്കാലം നീ ചെയ്യുന്ന പാപമെല്ലാം കണ്ടിട്ട് കാണാതെ മടക്കുന്നവനല്ല ദൈവം. നീ സ്കൂളിൽ ചെയ്താലും, നീ കോളേജിൽ ചെയ്താലും, നീ ചർച്ചിൽ ചെയ്താലും, നീ എവിടെ ഇരുന്ന് പാപം ചെയ്താലും യേശുവിൻ്റെ കണ്ണത് കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടോ അന്യഭാഷ പറഞ്ഞത് കൊണ്ടൊന്നും വിശുദ്ധനാകില്ല. വിശുദ്ധനാകണമെങ്കിൽ ഈ വ്യവസ്ഥയിൽ ജീവിക്കണം. വചനം കൃത്യമായി പറയുന്നു, എലീശയുടെ കാലഘട്ടത്ത് അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. പക്ഷേ നയമാൻ ഒഴികെ ആരും സൗഖ്യമായില്ല. നമ്മുടെ പുതുനിയമത്തിന്റെ കോണ്ടസ്റ്റിൽ പറഞ്ഞ എലീശയുടെ കാലത്ത് അനേക പാപികൾ ഉണ്ടായിരുന്നു. അനേക പാപികളുണ്ടായിരുന്നു. ഇന്നും പാപികളില്ലേ? ദൈവത്തെ ആരാധിച്ചിട്ട് എങ്ങനെയും ജീവിക്കുന്ന പാപികളില്ലേ? ദൈവത്തെ സ്തുതിച്ചിട്ടും എങ്ങനെയും പോകുന്നവരില്ലേ? ദൈവമാരെന്നറിയാതെ ജീവിക്കുന്ന പാപികളില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടും എലീശയുടെ കാലഘട്ടത്ത് ഒരുവന്റെ പാപം മാത്രം, ഒരുവന്റെ കുഷ്ഠം മാത്രം സൗഖ്യമായെങ്കിൽ അവനെ വിളിക്കുന്ന പേരാ കൃപ. പ്രിയരേ, കൂടെ പഠിക്കുന്നവർ, കൂടെ ആരാധിക്കുന്നവർ, കൂടെ സ്തുതിക്കുന്നവർ എങ്ങനെയും ജീവിക്കുമ്പോഴും ഹൃദയത്തിനകത്ത് പാപം നിന്റെ മുൻപിൽ വെളിപ്പെടുമ്പോഴോ ഓടി മാറാൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിനകത്തിരുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായോ? എല്ലാവർക്കും ഈ ബോധ്യം വരണമെന്നില്ല. എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഇടപെടില്ല കേട്ടോ. ചിലരൊക്കെ എത്ര ചെയ്താലും നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞ ഒരു കുറ്റബോധം ഇല്ലാതെ ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ, ആരെയൊക്കെ വേണ്ടി ആലയത്തിൽ വന്നിരുന്നു പോകുമ്പോ കണ്ടോ, എലീശയുടെ കാലഘട്ടത്തും അനേകം പാപികളുണ്ട് പ്രിയരെ. പക്ഷേ ഒരേ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമായുള്ളൂ എങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ്, അവനിൽ വെളിപ്പെട്ട ആ ക്രിയയെ വിളിക്കുന്ന പേരാണ് കൃപ. ഇന്ന് പകൽക്കാലം ആ കൃപയ്ക്കകത്താ കൊണ്ടിരുത്തിയേ. ഈ ബിൽഡിങ്ങിന്റെ 3ാമത്തെ ഫ്ലോറിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ 100 കണക്കിന് പാപികളെ കാണാം. എന്തിനേറെ ഇതിനകത്തിരിക്കുന്ന എത്രയോ പാപികളുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ഒളിഞ്ഞിരുന്ന് ചിരിക്കുക. ഹല്ലേലൂയ. മക്കളെ, എല്ലാവരും ഒന്നും അങ്ങ് പോകില്ല കേട്ടോ. എത്ര ചിരിച്ചാലും എത്ര കളിച്ചാലും ഇന്ന് പകൽക്കാലം കേട്ടോ, ഒരുവനെ രക്ഷയുടെ വസ്ത്രം ലഭിച്ചുള്ളൂ, ഒരുവന്റെ കുഷ്ഠം മാത്രമേ സൗഖ്യമായുള്ളൂ. അതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ അനേകം പാപികളുണ്ടെങ്കിൽ ഒരുവന്റെ മേൽ മാത്രമാണ് കൃപ വെളിപ്പെട്ടതെങ്കിൽ ഈ പകൽ ഞാൻ ചിലരെ ആത്മാവിലെ കൃപയിലേക്ക് വിളിക്കുക. നഷ്ടപ്പെടുത്തി കളയല്ലേ. കൂടെ ചിരിച്ചവരും കൂടെ കളിച്ചവരും കൂടെ ആടിത്തിമർത്തവരൊന്നും കാണില്ല. ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും.
ചെയ്യുന്ന പാപത്തിന് തത്തുല്യമായത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പ്രിയരെ, ഒരു വ്യക്തിക്കും പാപം ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്ന പാപമുണ്ട്, പരപ്രേരണയാൽ ചെയ്യുന്ന പാപമുണ്ട്. പക്ഷെ എങ്ങനെ പാപം ചെയ്താലും പാളയത്തിന് പുറത്താ. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് പുറത്താ, വിശുദ്ധന്മാരുടെ എണ്ണത്തിന് പുറത്താ, നിയമപുസ്തകത്തിനകത്തുനിന്ന് പുറത്താ, ജീവന്റെ പുസ്തകത്തിനകത്തുനിന്ന് പുറത്താ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ലഭിച്ച രക്ഷ, അതിൻ്റെ വലിപ്പം നീ തിരിച്ചറിഞ്ഞോണം. വിളിച്ച വിളിയുടെ വലിപ്പം തിരിച്ചറിഞ്ഞോണം. അനേകരുണ്ടായിരുന്നിട്ടും അനേക പാപികൾ ഉണ്ടായിരുന്നിട്ടും ഇതിനകത്ത് കൊണ്ടിരുത്തി ദൈവകൃപയുടെ ആഴം വെളിപ്പെടുത്തി ദൈവം നിന്നെ രക്ഷിച്ച നീതിയുടെ വസ്ത്രമണിയിച്ച ആ ദൈവകൃപയുടെ ആഴം നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഗണ്യമാക്കാതെ പോകരുത്. ഇന്ന് പകൽക്കാലം അനേകം പാപികൾ ഉണ്ടായിരുന്നിട്ടും ഒരുവന്റെ മേലെ കൃപ ലഭിച്ചുള്ളൂ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറയാൻ കഴിയുമോ, ഈ തിരുവനന്തപുരത്ത് അനേക പാപികൾ ഉണ്ടായിരുന്നിട്ടോ എന്നിൽ വെളിപ്പെട്ട കൃപ അത് പാപമോചനത്തിലേക്ക് നടത്തി. ഈ കർത്താവിനെ അറിഞ്ഞത് എൻ്റെ നിത്യതയെ ഉറപ്പിച്ചു. ഈ കർത്താവിനെ ലഭിച്ചത് കൊണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതം എനിക്ക് ഉറപ്പിച്ചു നൽകി. നിത്യമായ നരകത്തിൽ പോകേണ്ട എന്നെ നിത്യമായ സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റി. അതിൻ്റെ പേരാണ് കൃപ. പ്രിയരെ, അടുത്തൊരു പദവും കൂടെ ഞാൻ തൊട്ടിട്ട് നമ്മൾ ആരാധിക്കാൻ പോവുക. വചനം പറയുന്നു, സാറാപാത്തിൽ അനേക വിധവമാരുണ്ട്. പക്ഷേ സാറാപാത്തിൽ ഏലിയാവ് കയറിപ്പോയ ആ വിധവയുടെ ഭവനത്തിനകത്തുനിന്ന് മാത്രം മരണം വഴിമാറി. ക്ഷാമത്തിൽ അനേക തലമുറകൾ ആഹാരം ലഭിക്കാതെ ഒന്ന് ആത്മഹത്യ ചെയ്തെങ്കിലും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടണമെന്ന് കൊതിച്ച ഒരു കാലഘട്ടത്തിൽ വചനം പറയുന്നു, സാറാപാത്തിൽ ഏലിയാവ് കാൽ ചവിട്ടിയ വിധവയുടെ ഭവനത്തിനകത്ത് മാത്രം ഒരു കൃപ വെളിപ്പെട്ടു. എല്ലാ വിധവമാരും രക്ഷപ്പെട്ടില്ല പ്രിയരെ, എല്ലാ വിധവമാരുടെ മക്കൾ രക്ഷപ്പെട്ടില്ല. പക്ഷെ സാറാപാത്തിലെ വിധവയുടെ മകൻ, ആ കൂടാരം മുഴുവനും ദൈവം രക്ഷിച്ചെടുത്തു. അതിൻ്റെ പേരല്ലേ കൃപ, അതിൻ്റെ പേരല്ലേ കൃപ. നിന്റെ അതേ രോഗം വന്ന അനേക തലമുറകൾ തകർന്നില്ലേ? നിന്റെ അതേ വിഷയം വന്ന അനേകർ തകർന്നില്ലേ? നിന്റെ കൂടാരത്തിനകത്ത് വന്ന അതേ കടഭാരം വന്ന അനേകർ തകർന്നില്ലേ? ഇന്നും ജീവനോടിരിക്കുന്നില്ലേ? അതിൻ്റെ പേരാണ് കൃപ. നീ നിൽക്കുന്നത്, നിന്റെ കുടുംബം നിൽക്കുന്നത് ദൈവകൃപയിലാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം സകലരും ഉണ്ടായിരുന്നിട്ടും ചിലരെ മാത്രം തേടി വന്നൊരു കൃപ. ആ കൃപയ്ക്കകത്ത നമ്മൾ ഓരോരുത്തരും ഒരു നിമിഷം കൺകള മൂടാമോ? ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കഴിയുമെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? എൻ്റെ ഹൃദയത്തിനകത്തൊട്ടനവധി ആശയങ്ങളുണ്ട്. നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാത്രി നമുക്ക് മറ്റൊരു പ്രാർത്ഥനയുള്ളത് കൊണ്ട് വേഗത്തിൽ ഞാൻ വിരാമം ഇടുക. എല്ലാ കണ്ണും ദിവസങ്ങളിലടയിട്ട് കൃപയുടെ വലിപ്പം നീ മറന്നു പോകരുത്. കൃപയുടെ വലിപ്പം നീ മറന്നു പോകരുത്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക. കർത്താവിനോടൊന്ന് പറ,
എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത്, എനിക്ക് വേണ്ടി ഉടയപ്പെട്ടത്, എന്നെ ആ രക്ഷയിലേക്ക് നടത്താനാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ചേ. എന്നിൽ വെളിപ്പെട്ട കൃപയുടെ വലിപ്പം ഞാൻ തിരിച്ചറിയും. ആഴമായൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, ആഴമായൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പനോടൊന്ന് പറ, കർത്താവേ, ആ കൃപയ്ക്കകത്ത് നിൽക്കാം, ആ കൃപയിൽ ചലിക്കാം. എന്നിൽ വെളിപ്പെട്ട സൗജന്യമായ രക്ഷ ഈ പകൽ അനുഭവിപ്പാൻ we thank you, Lord. അതിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. പറക്കം ലഭിച്ചില്ല പ്രിയരെ. ഉടയപ്പെട്ട നിന്നെ ദൈവം ചേർത്തു, തകർക്കപ്പെട്ട നിന്നെ ദൈവം ചേർത്തു. ആ കൃപയ്ക്കകത്ത് ദൈവം നിന്നെ മറച്ചു. കർത്താവിനോടൊന്ന് പറ, കർത്താവിനോടൊന്ന് പറ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമിതുപോലൊരുവൻ അരികിൽ വരുവാൻ കൃപകൾ ആരുമിതുപോലൊരുവൻ ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയും രുചിച്ചറിവാൻ ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയും രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സംഗീതവും ഏറ്റവും അടുത്ത
എൻ്റെ സങ്കേതവും ഏറ്റവും അടുത്ത തുണയും ഏതു നേരത്തിലും എനിക്കെന്നും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. അരികിൽ വരുവാൻ ആരുമില്ല, അരികിൽ അരികിൽ വരുവാൻ കൃപകൾ സ്വർഗീയമല്ല കർത്താവ്, ഈ പകലിലും അരികിൽ വരുവാൻ ഞങ്ങൾക്ക് ഈ നിത്യമായ കൃപ ലഭിക്കുക. അല്ലാതെ ഈ പകൽക്കാലം ഈ വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. പത്രോസിന്റെ പടക് തേടി അങ്ങ് പോയതുപോലെ നൈമാന്റെ കുഷ്ഠരോഗം നീ സൗഖ്യമാക്കിയതുപോലെ സറാഫാത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് ആ വലിയ പ്രതിസന്ധിക്കകത്ത് അങ്ങയുടെ കൃപ വെളിപ്പെട്ടതുപോലെ ഈ തലമുറയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ സാഹചര്യത്തിനകത്ത് അങ്ങയുടെ കൃപ വെളിപ്പെട്ടത് കൊണ്ട് മാത്രമാണപ്പാ ഞങ്ങളായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ വചനത്തിനു മുൻപാകെ ഞങ്ങൾ സറണ്ടർ ചെയ്യുക. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുക. മഹത്വത്താൽ മൂടും പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ. ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഇരിക്കാമോ? കഴിഞ്ഞ വ്യാഴാഴ്ച ഡെലിവറൻസ് മീറ്റിംഗ് ഇല്ലായിരുന്നു. മറ്റൊരു മീറ്റിംഗ് ഞാൻ പോകേണ്ട അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഈ ആഴ്ച ഡെലിവറൻസ് മീറ്റിംഗ് 7 മണി മുതൽ 6:30 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഹാളിൽ ഞാൻ ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരിക. കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ദശാംശമായി, വഴിപാടായി, നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളും തൈത്തുകളും നിക്ഷേപിക്കാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? സ്വർഗീയമല്ല കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ നീ കാണുന്നു. ഓൺലൈനായി ഓഫ്ലൈനായി ഓഫറിങ്ങൾ നിക്ഷേപിക്കുന്നവരെ നീ കാണുന്നു. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. മഹത്വത്താൽ മൂടും പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റൊരു കാര്യം കൂടെ, ഏപ്രിൽ 19 നമ്മുടെ അന്തർകോണത്തുള്ള സഭയുമായുള്ള ബന്ധത്തിൽ സിൽവർ ജൂബിലിയാണ്. സോ കടന്നു വരാൻ കഴിയുന്നവർ കടന്നു വരണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. 19 ശനിയാഴ്ച പകൽ അവിടെ ഒരു പൊതുവായ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കടന്നു വരാൻ കഴിയുന്നവർ ദയവായി കടന്നു വരിക എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. കൺകളെ മൂടാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? സ്വർഗീയമല്ല കർത്താവേ, ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട നല്ല സാന്നിധ്യത്തിനായി നന്ദി പറയും. ഈ പകൽക്കാലം കേട്ട ദൈവശബ്ദത്തിനായി ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. ഈ വചനവും പ്രവചനവും അയച്ച്
ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട വലിയ കൃപ ഇത് നഷ്ടമാക്കാതെ അധികം ശ്രദ്ധയോടെ കരുതി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി ഈ തലമുറയിൽ നിൽക്കാനിട വരുത്തണമേ. ഈ ജനത്തെ ഈ വചനവും പ്രവചനവുമായി പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത ദൈവസാന്നിധ്യം കൂടെ ഇരിക്കും. മഹത്വമെല്ലാം അങ്ങെടുക്കും. പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൻ്റെ ആമേൻ. ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, നമ്മെ ആശീർവദിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസാരം കൂട്ടായ്മയും കാവലും